ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നെടുംതൂണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ സുസ്ഥിര സാമ്പത്തിക വികസനത്തിന് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര MSME ദിന പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 30% ഈ മേഖലയിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഒഡീഷയിലെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കാതലായ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് സുഗമമായ റെയിൽ യാത്ര ഉറപ്പാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് എഴുതിയ ലേഖനം പങ്കുവച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജൈന ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ ആചാര്യ വിദ്യാനന്ദജി മഹാരാജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഭഗവാൻ മഹാവീർ അഹിംസാ ഭാരതി ട്രസ്റ്റുമായി സഹകരിച്ച് സർക്കാർ സംഘടിപ്പിക്കുന്ന 1 വർഷം നീണ്ടുനിൽക്കുന്ന ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിക്കുന്നതാണ് പരിപാടി. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണം, സുഖോയ് Su-30 MKI യുദ്ധവിമാനങ്ങളുടെ പരിഷ്കരണം, നിർണായക സൈനിക ഉപകരണങ്ങളുടെ സംഭരണം എന്നിവ സംബന്ധിച്ച് റഷ്യയുമായി ചർച്ച നടത്തി ഇന്ത്യ. ചൈനയിൽ ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലിസോവുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. വേദിയായി അഹമ്മദാബാദിനെയാണ് തിരഞ്ഞെടുത്തത്. രാജ്യത്തിന്റെ കായിക മേഖലയ്ക്കുള്ള ആഗോള അംഗീകാരമാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123 പതിപ്പാണിത്. മൻ കി ബാത്തിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഇന്നും കൂടി അറിയിക്കാവുന്നതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൌക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ സ്പീക്കർ AN ഷംസീർ മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പുതല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി അദാലത്തിന്റെ പുരോഗതി വിലയിരുത്തണം. അദാലത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കി, വയനാട് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. വിവിധ നദികളിലെ ജലനിരപ്പ് വർദ്ധിച്ചു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയാകുമ്പോൾ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് 883 കുടുംബങ്ങളിലെ 3220 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. 20ലധികം ക്യാമ്പുകൾ സജ്ജമാക്കിയതായും ഷട്ടറുകൾ പകൽ സമയത്ത് മാത്രമേ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായും കലക്ടർ അറിയിച്ചു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ രഥയാത്രയ്ക്ക് ഒഡീഷയിൽ തുടക്കമായി. വൈകുന്നേരം 4 മണിയോടെയാണ് പുരി ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിച്ചത്. സൂര്യാസ്തമയത്തിനു മുമ്പ് ലക്ഷ്യസ്ഥാനമായ ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് എത്താത്തതിനാൽ 3 രഥങ്ങളും യാത്രാമധ്യേ നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ രാവിലെ രഥങ്ങളുടെ യാത്ര പുനരാരംഭിക്കും. 10 ലക്ഷം തീർത്ഥാടകർ ഇത്തവണ എത്തിയതായാണ് കണക്കുകൾ. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരത് സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് സീസൺ 5 മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരീറ്റ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം നിറമൺകര മന്നം മെമ്മോറിയൽ സ്കൂളിലാണ് പരിപാടി. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഇലക്ട്രിക് ഓട്ടോ ഫിഷ് വെൻഡിംഗ് കിയോസ്ക് വിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെയുള്ള സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായാണിത്. ദക്ഷിണ കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥി കോളേജ് പരിസരത്ത് കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന ആരോപണത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്ക് വനിതാ കമ്മീഷൻ കത്തയച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.